Spherical mirrors, part 5. Some questions. 1. If a mirror forms an erect image 30 centimeter from the object and is twice as high as the object, how far from the object must the mirror be placed, and what is the focal length of the mirror? Is the mirror convex or concave? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മിറർ ഇമേജ് ഫോം ചെയ്യുന്നു. ഓബ്ജക്റ്റിൻ്റെ 2 times സൈസുള്ള ഇമേജാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ മാഗ്നിഫൈഡ് ഇമേജ് ഒരു കാരണവശാലും കോൺവെക്സ് മിറർ ഫോം ചെയ്യില്ല. അത് കോൺകേവ് മിററെ ഫോം ചെയ്യും. കോൺവെക്സ് മിററിൽ എപ്പോഴും ഡിമിനിഷ്ഡ് ഇമേജ് ഫോം ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ എൻ്റെ ആൻസർ ആദ്യം കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദി മിറർ കോൺവെക്സ് ഓർ കോൺകേവ് എന്ന. സിൻസ് ഇമേജ് ഈസ് മാഗ്നിഫൈഡ്, മിറർ ഈസ് കോൺകേവ്. ഇനി ഓബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള അകലം 30 സെൻറ്റിമീറ്റർ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. കോൺകേവ് മിററിൽ ഇറക്റ്റ് ഇമേജാണെന്നും പറയുന്നുണ്ട്. ഇറക്റ്റ് ഇമേജ്. കോൺകേവ് മിററിൽ മാഗ്നിഫൈഡായിട്ടും ഇറക്റ്റായിട്ടും വരുന്ന ഇമേജ് ഒരു കേസേ ഉള്ളൂ, അത് വെർച്വൽ ഇമേജ് ആയിരിക്കണം. ഫോക്കസിനും മിററിനെ ഇറക്കി വെക്കുമ്പോൾ വെർച്വൽ ഇമേജ് ഫോം ചെയ്യും. അത് മാഗ്നിഫൈഡ് ആയിരിക്കും, ഇറക്റ്റുമായിരിക്കും. റിയലായിട്ടുള്ള മാഗ്നിഫൈഡ് ഇമേജ് ഉണ്ടാകും, പക്ഷേ അത് ഇൻവേർട്ടഡ് ആയിരിക്കും, മിററിൻ്റെ റിയൽ സൈഡിൽ ഫോം ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ എടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡാണ്, അതുകൊണ്ടത് വെർച്വൽ ഇമേജ് മിററിൻ്റെ ബാക്കിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഓബ്ജക്റ്റ് ഒ, ഈ ദൂരം യു, ഇമേജ് വെർച്വൽ ആയതുകൊണ്ട് മിററിൻ്റെ ബാക്കിൽ ഐ, ഈ ഡിസ്റ്റൻസ് വി. ഒ ഐ, ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. പിന്നെ മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട് V/U, ട്വൈസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ V/U = 2 ഓർ V = 2U. പിന്നെ ഇവിടെ നിന്ന് എടുക്കാമല്ലോ U + V = 30. ദറ്റ് ഈസ് U + V is 2U. അപ്പോൾ U + 2U = 30 or 3U = 30. That means U = 10 centimeter. അപ്പോൾ മിറർ മസ്റ്റ് ബി പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 centimeter ഫ്രം ദി ഓബ്ജക്റ്റ്. അപ്പോൾ ആൻസറായി. ഇനി ഫോക്കൽ ലെങ്ത് കാണാം. U 10 കിട്ടി എങ്കിൽ V എത്ര? 2U. 2 × 10 20. അപ്പോൾ U 10, V 20. യുവും വിയും അറിയാമെങ്കിൽ ഫോക്കൽ ലെങ്ത് കാണാമല്ലോ. F = UV/U + V. U -10 ലെഫ്റ്റിലോട്ടല്ലേ സൈൻ കൺവെൻഷൻ. U എപ്പോഴും ലെഫ്റ്റിലോട്ടാണ്. മൈനസ് V ഇവിടെ പ്ലസ്സാണ്. കോൺകേവ് മിറർ ആകുമ്പോൾ അത് ഫോക്കൽ ലെങ്ത് അൺനോൺ ആണല്ലോ. അപ്പോൾ U -10 × V 20/-10 + 20. That is -20 centimeter. ഫോക്കൽ ലെങ്ത് എപ്പോഴും കോൺകേവ് മിററിൻ്റെ നെഗറ്റീവ് ആണ്. അങ്ങനെ കിട്ടിയത് നെഗറ്റീവ് ആണല്ലോ, -20 centimeter. That is the answer. Another one. Using the രണ്ടാമത്തെ ചോദ്യം. വാട്ട് അപ്രോക്സിമേഷൻസ് ആർ മെയ്ഡ് ഇൻ ഡിറൈവിംഗ് ദി മിറർ ഫോർമുല?
മിറർ ഫോർമുല എന്ന് പറയുമ്പോൾ 1/u + 1/v = 1/f. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അത് ഡിറൈവ് ചെയ്യാൻ ഉപയോഗിച്ച അപ്രോക്സിമേഷൻസ് എന്തൊക്കെയാണെന്ന്. ഒന്ന്, ലൈറ്റ് റേസ് പാരലൽ ടു ആൻഡ് ക്ലോസ് ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ആർ ബ്രോട്ട് ടു എ സിംഗിൾ ഫോക്കസ്. പ്രിൻസിപ്പൽ ആക്സിസിനടുത്തുകൂടി അതിന് പാരലായിട്ട് പോകുന്ന ലൈറ്റെല്ലാം ഒരു സിംഗിൾ ഫോക്കൽ പോയിന്റിൽ വന്ന് വീഴും, വന്ന് ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് അപ്രോക്സിമേഷൻ, ലൈറ്റ് റേസ് പാരലൽ ആൻഡ് ക്ലോസ് ടു പ്രിൻസിപ്പൽ ആക്സിസ് ആർ ബ്രോട്ട് ടു ഫോക്കസ് അറ്റ് എ സിംഗിൾ പോയിന്റ്. രണ്ടാമത്തെ അപ്രോക്സിമേഷൻ, ദി മിറർ ഫോംസ് point image of a point object. പോയിൻ്റ് ഓബ്ജക്റ്റ് ആണെങ്കിൽ അത് ഷാർപ്പ് പോയിൻ്റ് ഇമേജ് ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഡെറിവേഷൻസും ഫിഗർ വരയ്ക്കുന്നതൊക്കെ. മൂന്നാമത്തെ പോയിൻ്റ്, ആക്സിസിലുള്ള പോയിൻ്റ് ആയാലും ഓബ്ജക്റ്റ് പോയിൻ്റ് ആയാലും ആക്സിസിന് പുറത്തുള്ള പോയിൻ്റ് ആണെങ്കിൽ ഒരു പ്ലെയിനിലാണ് ഇമേജ് ഫോം ചെയ്യുക. അത് ഞാൻ ഈ ഫിഗറിൽ കൂടെ കാണിക്കുക. ഇപ്പോൾ ഒ എന്ന് പറയുന്ന ആക്സിസിലുള്ള ഒരു പോയിൻ്റാണ്. O' എന്ന് പറയുന്നത് ആക്സിസിന് വെളിയിലുള്ള ഒരു പോയിൻ്റാണ്. അതിനെ ഓഫ് ആക്സിയൽ പോയിൻ്റ് എന്ന് പറയും. ഓഫ് ആക്സിയൽ, ഓഫ് ആക്സിയൽ, ഓഫ് ആക്സിയൽ പോയിന്റ്. ഈ രണ്ട് പോയിന്റുകളുടെയും ഇമേജ് ഒരു പ്ലെയിനിൽ തന്നെ വീഴും. ഇപ്പോൾ ഓയുടെ ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നെങ്കിൽ O' ഇമേജ് ആ വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെ ഫോം ചെയ്യും. ഇപ്പോൾ ഓയുടെ ഇമേജ് മിററിനടുത്തും O' ഇമേജ് മിററിന് കുറച്ചുകൂടെ അകന്നും ഫോം ചെയ്തിരുന്നെങ്കിൽ ഇതൊരു പിന്നാണെങ്കിൽ ആ പിന്നിൻ്റെ ഇമേജിനെ വളഞ്ഞേ നമ്മൾ കാണും. അതൊരു ഡിഫക്റ്റാണ്. അങ്ങനെ ഉണ്ടാവുന്നില്ല എന്ന അസംഷനിലാണ് നമ്മൾ ഫിഗറൊക്കെ വരച്ചത്. ഇമേജ് ഓബ്ജക്റ്റ് വെർട്ടിക്കലായിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വരച്ചതെങ്കിൽ ഇമേജ് നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വരച്ചത്. അപ്പോൾ ആക്സിസ് ദി മിറർ ദി point, object point on the principal axis and outside the principal axis are brought to focus at the same plane, at the same axial, ഇങ്ങനെയും പറയാം, axial point and off axial point are imaged on the same plane perpendicular to the principal axis. ഈ മൂന്നെണ്ണമാണ് approximations. Another one, using mirror equation, show that a convex mirror always produces erect, diminished and virtual image. കോൺവെക്സ് മിറർ ഓബ്ജക്റ്റ് ഇമേജ് എപ്പോഴും മിററിൻ്റെ ബാക്കിൽ ഫോം ചെയ്ത്, അതായത് വെർച്വലായിരിക്കും, ഓബ്ജക്റ്റിനേക്കാൾ സൈസ് കുറവായിരിക്കും, ഇറക്റ്റുമായിരിക്കും. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് മിറർ ഇക്വേഷൻ ഉപയോഗിച്ചാണല്ലോ ചെയ്യേണ്ടത്. 1/u + 1/v = 1/f. ഇവിടുന്ന് 1/v എന്ന് പറഞ്ഞാൽ 1/f - 1/u. അത് സിംപ്ലിഫൈ ചെയ്തിട്ട് v കണ്ടുപിടിച്ചാൽ v = uf/u - f. കോൺവെക്സ് മിററിന് ഫോക്കൽ ലെങ്ത് എപ്പോഴും പ്ലസ്സാണ്, u മൈനസ് ആണല്ലോ. അപ്പോൾ ഈ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഈ സൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ v = -u × +f ബൈ -u - +f എന്ന് പറഞ്ഞാൽ -u - f. ഇപ്പോൾ ഒരു കോമൺ മൈനസ് ഇവിടെ വരും മുകളിലും താഴെ. ഇപ്പോൾ ആൻസർ uf/u + f.
ഇത് പോസിറ്റീവാണ്. അപ്പോൾ വി പോസിറ്റീവ് എന്നാണ് കിട്ടി. വി പോസിറ്റീവ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മിററിൻ്റെ റൈറ്റ് സൈഡിലാണ്, അതായത് വെർച്വൽ സ്പേസിലാണ്, മിററിൻ്റെ പുറകിൽ. സോ ഇമേജ് ഈസ് വെർച്വൽ. ഒരാൻസറായി. ഇനി ഇതിനെ യു കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യണം. മാഗ്നിഫിക്കേഷൻ കാണുക. എം ഈക്വൽസ് വി ബൈ യു. മാഗ്നിഫിക്കേഷൻ എം ഈക്വൽസ് വി ബൈ യു എന്ന് പറഞ്ഞാൽ എഫ് യു ബൈ യു പ്ലസ് എഫ് ബൈ യു, ഓർ എം ഈക്വൽസ് എഫ് ബൈ യു പ്ലസ് എഫ്. ഇവിടെ ഡിനോമിനേറ്റർ അല്ലേ വലുത്. യുവിൻ്റെ ഏത് വാല്യൂ എടുത്താലും യു സീറോ ഒഴിച്ച്, യു സീറോ എന്ന് പറയുമ്പോൾ മിറി കൊണ്ട് മുട്ടിച്ച് വെക്കുക. യു സീറോ ഒഴിച്ച് ബാക്കി ഏത് പോയിൻ്റ് എടുത്താലും എഫ് പ്ലസ് യു ഡിനോമിനേറ്ററാണ് വലുത് ന്യൂമറേറ്ററിനേക്കാൾ. അതുകൊണ്ട് എം ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. മാഗ്നിഫിക്കേഷൻ ഒന്നിനേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ഇമേജ് ഈസ് ഡിമിനിഷ്ഡ്, ഓബ്ജക്റ്റിനേക്കാൾ ചെറുതാണ്. കാരണം എച്ച് ഐ ബൈ എച്ച് ഒ മാഗ്നിഫിക്കേഷൻ. എച്ച് ഐ ബൈ എച്ച് ഒ ഈസ് ലെസ് ദാൻ 1 മീൻസ് എച്ച് ഐ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് ലെസ് ദാൻ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. ഇനി മിററിൻ്റെ കോൺകേവ് മിറർ എടുത്തു കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ വി ബൈ യു. ഇവിടെ റിയൽ ഇമേജ് ആണെങ്കിൽ വിയും യുവും നെഗറ്റീവാണ്. കോൺകേവ് മിറർ എടുക്കുക, വിയും യുവും റിയൽ ഇമേജ് എപ്പോഴും ഓബ്ജക്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ യുവും നെഗറ്റീവാണ്, വിയും നെഗറ്റീവാണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എടുക്കുമ്പോൾ മൈനസ് യു ബൈ മൈനസ് വി ബൈ മൈനസ് യു എന്ന് വരും. ദറ്റ് ഈസ് മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ്. ഇവിടെ എപ്പോഴും റിയൽ ഇമേജ് ഇൻവേർട്ടഡാണ്. നേരെ മറിച്ച് കോൺവെക്സ് മിററിൻ്റെ കേസ്, മിററിൻ്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നതെങ്കിൽ വെർച്വൽ ഇമേജ് ആണെങ്കിൽ വി പ്ലസ് യു മൈനസ്, അപ്പോൾ എം പ്ലസ് വി ബൈ മൈനസ് യു മൈനസ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇറക്റ്റ് ഇമേജ്, ഇവിടെ ഇറക്റ്റ് ഇമേജ് അല്ലേ, വെർച്വൽ ഇമേജ് ഇറക്റ്റായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവാണ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ വെർച്വൽ, ഇറക്റ്റ് ഇമേജ് വെർച്വൽ. പ്ലസ് എന്ന് പറയുമ്പോൾ ഇൻവേർട്ടഡാണ്. ഇവിടെ ഇപ്പം നമുക്ക് കോൺവെക്സ് മിററിൻ്റെ കേസിൽ വി യു മൈനസ് വി പ്ലസ്, അപ്പോൾ മാഗ്നിഫിക്കേഷൻ മൈനസാണ് വരുന്നത്. മാഗ്നിഫിക്കേഷൻ മൈനസ് വന്നു കഴിഞ്ഞാൽ ഇമേജ് വെർച്വലുമാണ്, ഇറക്റ്റുമാണ്. അപ്പോൾ എല്ലാത്തിനും ആൻസറായല്ലോ. താങ്ക് യു.